ഇന്ന് രാവിലെ ഇപ്പം ഇന്ന് എത്രാം തീയതി? 12. ഇന്ന് 12-ാം തീയതിയാണ്. രാവിലെ ഏറ്റവും നല്ല കാലാവസ്ഥ, നല്ല നല്ല അത്യാവശ്യം ചൂടുമുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ പോകും. ഇതിൻ്റെ പുറകിലാണ് നല്ല കാലാവസ്ഥയിലുള്ള വീടിൻ്റെ ഫ്രണ്ട് വശമാണിത്. ഇത് വീടിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ. ഫ്രണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ റോഡാണ്. നല്ല നമ്മുടെ ഒരു മൂന്നാർ പ്രകൃതി. ഇതാണ് നമ്മുടെ വീട് ഉണ്ടോ. ഇവിടെ തിരിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ വീടാണിത്. ഇതാണ് നമ്മുടെ വീട്. ഇവിടെ ഇത്രയും പുല്ല് പിടിപ്പിച്ച് ഇട്ടിട്ടുണ്ട്. ഇത്രയും പുല്ല് പിടിപ്പിച്ച് കറക്റ്റായിട്ട് മെയിൻ്റെനൻസ് ചെയ്യണം. അല്ലാതെ ഒരു പരിപാടിയും നടക്കില്ല, അല്ലെങ്കിൽ ഭയങ്കര ശിക്ഷയാണ്. ഇങ്ങനെ ഫ്രണ്ടിൽ രണ്ട് മൂന്ന് മരങ്ങൾ വരെ വെക്കാം. അപ്പോൾ രാവിലെ ഇതുണ്ടോ, ഇവിടുത്തെ പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടോ, നല്ല അത്യാവശ്യം വലിപ്പമുണ്ട് ഉണ്ടോ. പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ ബേസ്മാനം വെച്ചേ ഉള്ളൂ. അന്ന് വെച്ചപ്പം അത് കഴിഞ്ഞ് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പയർ, ഗ്രീൻ പീസ്. അങ്ങനെ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ എന്നാ നല്ല അന്തരീക്ഷം നോക്കി. അപ്പോൾ അങ്ങനെ വീണ്ടും ഞങ്ങൾ നടക്കുകയാണ്. നമ്മുടെ സൈഡിൽ കൂടെയൊക്കെ വേസ്റ്റ് ബോക്സ് വെച്ചിരിക്കുന്നുണ്ട്. അതിൽ ഊറിയ വന്നവരും എടുത്തുകൊണ്ട് നോക്കോളും. ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസം കണ്ടെന്നിരിക്കും അതിന്. ഇവിടെ പല മോഡൽ വണ്ടികളുണ്ട്. കൂടി വണ്ടികൾ മുഴുവൻ ഓരോ വീടുകളാണ്, അപ്പാർട്ട്മെൻറ്റ് പോലെ. എന്നിട്ട് ഉണ്ട് പുതിയ മോഡൽ വണ്ടിയുണ്ട്. ഫയർഫോഴ്സിൻ്റെ വണ്ടിയാണത്. ഈ റോഡിൽ കൂടെ ഞങ്ങൾ നടക്കുകയാണ്. മുന്നോട്ട് നോക്കും. കൂടെ ഇതുണ്ട്, അപ്പോഴത്തെ ഒരു പുതിയ വണ്ടി. ഇവിടെ ടൂൾസൊക്കെ ഇപ്പം ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന സാധനം. നമുക്ക് ഇലക്ട്രിക് സാധനം എല്ലാം കൊണ്ടാണെങ്കിൽ ഇലക്ട്രിക് സാധനം നന്നാക്കാനൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള വണ്ടികളാണ്. ഇങ്ങനെയുള്ള വണ്ടികളെയൊക്കെ കൊണ്ടുവരുന്നത്. മുന്നോട്ട് പോകും. മുന്നോട്ട് പോകും. എൻ്റെ കൂടെ ജോഹാനും ഉണ്ട് നടക്കാൻ. നടന്നാലും തിരിയില്ല. നടന്നാലും കൊതിയും മാറിയല്ല. നമ്മുടെ ഗ്രൗണ്ടിൽ നടക്കുന്നില്ല. ഇവൻ ജോഹാൻ എന്നെ ഗ്രൗണ്ടിൽ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞിരിക്കണേ. ഗ്രൗണ്ടിലൂടെ ഒരു കുറച്ച് ദൂരം പോകണമെന്ന് പറഞ്ഞു. എന്തൊരു ദൂരം പോകണടാ? ഈ വഴി പോണേ? ഈ വഴി റൈറ്റ് പോകണല്ലേ? അപ്പോൾ ഞങ്ങൾ ഇനി ഉണ്ടോ റൈറ്റ് തിരിയാൻ പോകട്ടോ. എല്ലാ സ്ഥലവും ഒരുപോലെ ഇരിക്കും. നിങ്ങൾ വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാനിവിടെ കിടക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തെത്തിയിട്ട് ഇതാണോ പോട്ടെ. ജോഹാനാണ് വഴി പറഞ്ഞ് തന്നെ ഉണ്ടോ. എത്ര രസമാണെന്നറിയാം. എല്ലാം നല്ല ക്ലീൻ. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. ജോഹാൻ പറഞ്ഞ് നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിനേക്കാളും വലിയ ഗ്രൗണ്ടാണെന്ന് പറഞ്ഞത്. ശരിയാണോ ഇല്ലയെന്ന് അറിയത്തില്ല. ഉണ്ടോ ഇവിടെ ആനിമൽസിനെ കൊണ്ടുവന്നുണ്ട്. പ്ലീസ് ക്ലീൻ അപ്പ് ഉണ്ടോ എഴുതിയിരിക്കുന്നുണ്ടോ. ഓൾ പെറ്റ്സ് മസ്റ്റ് ബി ഓൺ ഉണ്ടോ. ഗ്രൗണ്ട് കണ്ടോ. ഗുഡ് മോർണിംഗ്. സൈക്കിളുണ്ടോ അല്ലേ? ഇതാണ് ഗ്രൗണ്ട്. എന്നാലും ഇതിൽ നടക്കാവോ? ഇതിലേ എന്നപ്പോൾ മുന്നോട്ട് പോട്ടെ. അപ്പച്ചനും അറിയത്തില്ലല്ലോ.
അടുത്ത സൈക്കിൾ സവാരിയുണ്ട്. ഗ്രൗണ്ട് കിടക്കുന്നുണ്ടോ? ഗ്രൗണ്ടിൽ ചുറ്റോടിയിട്ട് നടക്കണം കേട്ടോ. പുല്ലിൻ്റെ അകത്തൂടെ എല്ലാം നടക്കണേ. പുല്ല് വെട്ടിയിട്ടിരിക്കുക. അത്യാവശ്യം കളിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ പരിപാടി. അപ്പം ഞങ്ങളിങ്ങനെ നടക്കും കേട്ടോ. നല്ല രസമാണ് നടപ്പ്. നല്ല സ്പീഡിൽ നടക്കണം. ഇവിടെ കണ്ടാൽ നല്ല വെയിലുണ്ട്, പക്ഷേ വെയിൽ മാത്രമേ ഉള്ളൂ. വിയർക്കുന്ന പരിപാടിയില്ല ഇതിനകത്ത്. അങ്ങനെ 9-ാം തീയതി അവിടെ നിന്ന് 10-ാം തീയതി കഴിഞ്ഞ് 12-ാം തീയതി ആയിപ്പം. 12-ാം തീയതി തൊട്ട് നടപ്പ് തുടങ്ങിയത്. 2 ദിവസം നടന്നില്ല. അതിൻ്റെ അറിയാനുണ്ട്. നല്ല വെയിൽ. ഓക്കെ, വെയിലാണെങ്കിലും നമുക്ക് വെയിൽ അറിയുന്നേ ഇല്ല. അതുകൊണ്ട് ഇവിടെ പക്ഷികളൊക്കെ ഉണ്ട്. പ്രത്യേക സൈസ് പക്ഷികളാണ്. സൗണ്ട് കീ നമ്മൾ വെളുപ്പിനൊക്കെ അവിടെ നമ്മൾ രാവിലെ കേൾക്കുമ്പോഴുള്ള സൗണ്ട് പോലെ കുയില് പോലുള്ള എന്തോ പക്ഷികളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഇവിടെ മടുത്ത് കഴിയുമ്പോൾ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ആ സൈഡിൽ ഇങ്ങനെയാണ് സംഭവം. ഇതുണ്ടോ, ഞങ്ങൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. കുറേ സൈക്കിളുകളൊക്കെ പോകുന്നുണ്ട്, സവാരികൾ. ഇവിടെ കൂടുതലും വൈകുന്നേരങ്ങൾ നടക്കണമെന്നാണ് പറഞ്ഞത്. അതെ, അപ്പച്ച മാറിക്കൊള്ളാൻ സൈക്കിൾ ഈ സൈഡിൽ കൂടെ വരുന്നതെന്ന്. ഇതുണ്ടോ, ഒരു പക്ഷികളൊക്കെ ഉണ്ട്, കരയുന്നുണ്ടോ? ഉണ്ടോ? ഞങ്ങളിങ്ങനെ ഗ്രൗണ്ടിൽ കൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3000 സ്റ്റെപ്പ് നിർത്താണ്ടിരിക്കുന്നത്. യോഗ മടുന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ നിർത്താൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഓക്കേ, അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഗ്രൗണ്ടിൽ കൂടെ ഒന്ന് കറക്കി തിരിച്ച് പോണ ഭാഗമാണ്. ഇവിടെ ആൾക്കാരൊന്നുമില്ല. ഇവിടെ ഇഷ്ടംപോലെ ഇന്ന് വേസ്റ്റ് എടുക്കുന്ന ദിവസമാണ് കേട്ടോ. അതുകൊണ്ടാണ് വേസ്റ്റ് ബോക്സ് എല്ലാം കിടക്കണേ. 2 ഐറ്റം ഉണ്ട്. പ്ലാസ്റ്റിക് ഇടുന്ന ടൈപ്പും അല്ലാത്ത ടൈപ്പും ഉണ്ട്. ഇവിടെയൊക്കെ വീടുകളുണ്ട്. നല്ല പൂക്കളാൽ അലങ്കൃതമായ നല്ല വൃത്തിയും മെനയായിട്ടെല്ലാം അടിച്ച് വാരി ക്ലീൻ ചെയ്ത് ഒരു പേപ്പർ പോലും ഇല്ല ഇവിടെ. ഉണ്ടോ? ഇനി ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഇതാണ് മോനെ ഓസ്ട്രേലിയ. അങ്ങനെ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, ഞങ്ങൾ ഇന്നത്തെ നടപ്പ് അവസാനിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഒന്ന് കത്തിച്ചു. നല്ല വെയിലും കൂടി ആയതുകൊണ്ട്, വെയിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ വിയർപ്പൊന്നുമില്ല കേട്ടോ. ഓക്കെ എന്നാൽ.